കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ. കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നല് കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ, കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ. ചെയ്ത വീഡിയോസൊക്കെ കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കോമഡി എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതില്ലേ, അത് കോമഡി അല്ല, കോപ്രായമാണ്. നിങ്ങൾ കോമഡി കാണിക്കുമ്പോഴത്തേക്കും അത് ആരെപ്പറ്റിയാണ് ചെയ്യുന്നത് അവർക്കും കൂടി തോന്നണം, ഫീൽ ചെയ്യണം, അവർക്ക് ചിരിക്കാൻ വേണ്ടി പറ്റണം. പക്ഷെ നിങ്ങളിത് കാണിച്ചേക്കുന്നത് ഭയങ്കര പോക്കരുത്തിലാണ്. പിന്നെ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പോലത്തെ രീതിയിലല്ല മലയാളികൾ, പല ആൾക്കാരും മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് ഈ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക കമൻസും കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ജസ്റ്റ് ഓരോ കമൻസ് വായിക്കാം. അതിൽ ഒരാൾ ഫസ്റ്റ് കണ്ട കമൻസാണ്, ഒരാളെയും ഇങ്ങനെ പരിഹസിക്കരുത്, ഒന്നിന് രണ്ടായി തിരിച്ചു കിട്ടും, എല്ലാം തികഞ്ഞവർ ഈ ദുനിയാവിൽ ആരും തന്നെ ഇല്ല. ശരിയാണ്, എല്ലാം തികഞ്ഞിട്ടുള്ള ആൾക്കാർ ആരുമില്ല. നിങ്ങളും എല്ലാം തികഞ്ഞ ആൾക്കാരാണോ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ ഒരു ആക്ട് അല്ല, ആ ഒരു ആക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കോസ്റ്റ്യൂമും എല്ലാം ചെയ്യണം, അതൊക്കെയല്ലേ വളരെ നല്ല കാര്യം. നിങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോസിലും അതിലൊക്കെ കുറേ കഷ്ടപ്പാടും അധ്വാനങ്ങളൊക്കെ ഉണ്ട്, സംഭവിച്ചു. പക്ഷേ ഈ ഒരു വീഡിയോ, ഈ രേണുസുധിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്ന വീഡിയോസ്, അത് വളരെ മോശം വീഡിയോസാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് രീതിയിൽ കാണിക്കുകയാണ്. ഇത് നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് രീതിയിൽ ഭയങ്കര വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപിച്ചിട്ടാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നൊരു പ്രേക്ഷകൻ പറയാണ് ഇങ്ങനെ എല്ലാവരെയും പരിഹസിക്കരുന്നുള്ളത്. നാളെ നിങ്ങൾക്കും തിരിച്ച് ഇത് വരാം, മനസ്സിലായില്ലേ? അത് എങ്ങനെയൊക്കെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും എപ്പോഴും എല്ലാ കാലത്തും ആരോഗ്യത്തോടുകൂടി നിൽക്കുമല്ലോ, എല്ലാവരും ഒപ്പം എല്ലാവരും എല്ലാ കാലവും ഉണ്ടാവില്ലല്ലോ. അടുത്തൊരു കമൻറ്റ് വന്നിരിക്കുന്നതാണ്, ദൈവം നിങ്ങളെ ശിക്ഷിക്കാതിരിക്കട്ടെ ബ്രോ, രേണുവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ശരിയാണ്, ഒരു ദൈവവിശ്വാസിയായ ഒരാളുടെ കാഴ്ചപ്പാടിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഒരിക്കലും നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും ചിരിക്കാനോ അല്ലെങ്കിൽ രേണുവിനെ ഇത് വെച്ചിട്ട് പരിഹസിക്കാനോ തോന്നില്ല. കാരണം ആ ഒരു ഭക്തൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനസ്സിലായി? നമ്മളുടെ ഈ ഒരു ലോകത്ത് പലതര അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, പല പല രോഗബാധിതരുണ്ട്, അതുപോലെ പല പല ഭിന്നശേഷിക്കാരുണ്ട്, പല അവസ്ഥകളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊരു ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ രീതിയിൽ നിങ്ങൾ അടിച്ചമർത്തരുത് നിങ്ങളുടെ ഈ ഒരു കോപ്രായങ്ങൾ കാണിച്ചിട്ട്. അവരെയൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങൾ ഒത്തിരി വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ, രേണുവിനല്ല ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ല ഭംഗിക്ക് ചെയ്യാറില്ല. കുറേ നിങ്ങൾ കളിയാക്കിയും ചെയ്തിട്ടുണ്ട്. ആ കളിയാക്കി ഒരാളെ പരിഹസിച്ച് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നല്ല പ്രോത്സാഹനം തന്നെ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തത് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. മലയാളികൾ പല ആൾക്കാരും മാറി ചിന്തിച്ചു തുടങ്ങി. നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിങ്ങൾ ഈ ഒരു ടൈപ്പിലാണ് പോകണമെന്നുണ്ടെങ്കിൽ. അടുത്തൊരു കമൻറ്റാണ്, വേണ്ടടോ നിർത്ത്, അവർ ജീവിച്ചോട്ടെ, ഒറ്റയ്ക്ക് വെറുതെ ജീവിക്കുന്ന ഒരു പാവം സ്ത്രീ, വിട്ടുകളായില്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും. എല്ലാവരും ഒരേ സ്വരത്തിൽ അത് തന്നെ പറഞ്ഞത്. നിങ്ങൾ ആ ഒരു ഇതിൽ വിട്ടുപിടി. കാരണം നാളെ നിങ്ങൾക്ക് എന്തൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റില്ല. ഒന്നും വരാണ്ടിരിക്കട്ടെ, ഒന്നും വരാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, എല്ലാവർക്കും മനുഷ്യരാണ്, എല്ലാവരുടെയും കാര്യത്തിലും ഗ്യാരണ്ടിയും ഇതൊന്നുമില്ല. ആർക്കും എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു കംഫോർട്ടായിട്ടുള്ള സാഹചര്യത്തിന് വരെ മാറിയിട്ട് നമ്മളുടെ ഫാമിലി തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മതിയില്ല, നമ്മളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ താറുമാറാവില്ലേ? അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ഒരു സംഭവിച്ചാൽ നിങ്ങൾ ഈ ഒരു ആക്ട് മാത്രമല്ല ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇതിൽ ഒരാൾ രേണുവിൻ്റെ ഇൻ്റർവ്യൂയുടെ ഷോട്ട് ഇട്ടിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു വെല്ലുവിളിയായിട്ട് തന്നെ തോന്നിയത്. അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ രേണുസുധി ചേച്ചിനെ നമ്മൾ കാണുന്നതായിരിക്കും നേരിട്ട്. രേണുസുധിയുടെ പേടി സ്വപ്നം മല്ലൂർ റാപ്പറിൻ്റെ ഫാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസും ഞാൻ വരുന്ന വായിക്കാം. അതിൽ വന്നിരിക്കുന്ന ഒരു കമൻസാണ്,
ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ഇത്രത്തോളം അപമാനിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം ഒട്ടും വൈകാതെ തരട്ടെ. അതോർണം. വിധവയുടെയും അനാഥരുടെയും കണ്ണീരിന് ദൈവം പകരം ചോദിക്കും. ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരാൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ധൈര്യമായിട്ട് കോടതിയെ സമീപിക്കാം. വേറൊരു ആൾ പറഞ്ഞിരിക്കുന്നത് ആ പെണ്ണിനെ അപമാനിക്കുന്നത് നിങ്ങൾ മറുപടി ദൈവത്തോട് പറയേണ്ടി വരും. അടുത്ത കമൻറ്റ്, നിങ്ങൾ ആ പാവത്തിനെ വിറ്റ് വേണോ ജീവിക്കാൻ, അവൾ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. കളിയാക്കാൻ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ കമൻസ് കാണുമ്പോൾ തന്നെ അറിയാം പല ആൾക്കാരും മാറി ചിന്തിച്ച് തുടങ്ങി. അപ്പോൾ ഇതിന് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴത്ത് നിൽക്കുന്ന കമൻസ് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഗൈസ്. ഗുഡ് നൈറ്റ്.